ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇതിപ്പോൾ ടൈമില്ലേ, രാവിലെ 5 മണിയാണ്. നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഞാൻ ഈ പോർഷൻ കാണിക്കുന്ന കാര്യം എനിക്ക് ഇതാണ് നിങ്ങളോട് കുറച്ചും കൂടി വേഗം പറയാനുള്ളത്. അപ്പോൾ ഇല്ലേ, രാവിലെ തന്നെ കുറേ അധികം മുട്ടെല്ലാം പുഴുങ്ങി വെച്ചിനെ. നമ്മൾ ഈടെയുള്ള കോഴീൻ്റെ മുട്ടയാണ് ഇത്. അതുകൊണ്ട് ഉപ്പ രാവിലെ തന്നെ ഇതെല്ലാം പുഴുങ്ങി ഇത് പൊരിച്ചിട്ടെല്ലാം വെച്ചിന്. നമ്മൾ പോകുമ്പം തന്നെ കുട്ടികൾക്കും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയാക്കിയതിന് കുറേ അധികം ഒരുമിച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് മാത്രമാണ് നമ്മൾ ചായൻ്റെ കടി. അങ്ങനെ ആദ്യം ഇന്നും പിച്ചുവെല്ലാം കുടിച്ച് ചായ കുടിച്ച് പിന്നെ ഇക്ക റെഡിയായി വന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും 2 മുട്ടയും ചായ എല്ലാം കുടിച്ചിന്. ഇന്നലെ ഉപ്പ പറഞ്ഞേനു ഞാൻ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് രാവിലെ 4:30 എണീച്ചിട്ട് ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നെല്ലാം. അങ്ങനെ അതില്ലേ, നമ്മളെടുത്തു നിന്നുള്ള കോഴീൻ്റെ മുട്ട കൊണ്ടാണ് കുറച്ച് സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത്. അവർ ഫസ്റ്റ് ഇട്ട മുട്ടയാണ് ഇത്. അങ്ങനെയില്ലേ, നമ്മളിതാ ഞാനും ഇക്കയും പിന്നെ ഇന്നു ആലു പിച്ചുവിനെയും കൂടി നമ്മൾ കൂട്ടുന്നുണ്ട്. ഇതൊരു സൺഡേന്, ഇപ്പം കഴിഞ്ഞ സൺഡേന് നമ്മൾ പോയിട്ടുണ്ടായിന്. നമ്മൾ എവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ മലപ്പുറത്തേക്കാണ് പോകുന്നത്. ഇന്ന് ഗ്രാജുവേഷൻ ഡേ ആണ്. ഞാൻ MTTC കോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഡേയാണ്. അങ്ങനെ നമ്മൾ നേരം ഒരു 8:30 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ മലപ്പുറത്തെത്തി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് ഒരു റോഡ് സൈഡിലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ഒരു ഇങ്ങനെ തട്ടുകട പോലത്തെ സംഭവം ഉണ്ടാവില്ലേ, ആടെ ഇറങ്ങിയിട്ട് നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേങ്കിൽ അങ്ങനെ കാരണം കുട്ടികളെല്ലാം നല്ല ഉറക്കപ്പിച്ചില്ലേമേ. അവർ വണ്ടിയിൽ കയറിയുമ്പാട് ഉറങ്ങിന്. പിന്നെ ഞാൻ അവരെ അങ്ങനെ തന്നെ മുടിയൊന്നും വാരിക്കൊടുക്കാണ്ട് കൂട്ടാട്ട ചെയ്തിന്. തലേ ദിവസം രാത്രി എന്നെ കുളിച്ചിട്ടേനും കിടത്തിയിട്ടുണ്ടായിന്. രാവിലെ സുബൈക്ക് എണീച്ച് കുളിക്കലൊന്നും നടക്കില്ലല്ലോ. പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ട് അങ്ങനെ എന്നെ കയറ്റിയതാണ്. പിന്നെ വണ്ടിയിൽ നിന്ന് നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടാണ് മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ മുടി കെട്ടി കൊടുത്തിട്ടൊന്നും വലിയ കാര്യമില്ല. ഇവർ ബാക്കിലും മുന്നിലെല്ലാം ആയിട്ട് കിടന്നുറങ്ങലേനുവേ. പിന്നെ ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടില്ല എൻ്റെ സംസാരത്തിലൊരു മാറ്റം ഉണ്ടോയെന്ന്. ഞാൻ പല്ലിന് അലൈനേഴ്സ് ഇട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്നറിയില്ല, എൻ്റെ ഫേസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്നേനു വിചാരിച്ചിന്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മൊത്തത്തിൽ അതന്നേനു അലൈനേഴ്സ് ഇട്ടണോ എന്ന് തന്നെയേനു. അത് ഞാൻ അലൈനേഴ്സാണ് ഇട്ടേ. അത് എന്തിനാണ് ഇട്ടേ, എങ്ങനെയാണ് ഇട്ടേ, അതിൻ്റെ ഡീറ്റെയിലെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ആക്കിയാൽ മതി. ഞാൻ ഈ വ്ളോഗിൽ തന്നെ അലൈനേഴ്സ് എല്ലാം കാണിച്ചു തരണമെന്ന് വിചാരിച്ചേന്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്നാലും നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും ചോദിക്കാൻ. അപ്പോൾ ഇതിൽ ഡൗട്ട് ചോദിച്ചു. ഞാൻ അടുത്ത വീഡിയോയിൽ അതെല്ലാം കാണിച്ചു തരുമ്പോൾ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇട്ടിട്ടാകുമ്പോൾ ക്ലിപ്പ് ഇങ്ങനെ പല്ലിന് ബ്രേസസ് ഈ ക്ലിപ്പ് ഇടൂലേ, അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെങ്കിൽ എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എന്നെ കാണുമ്പോൾ അലൈനസ് ഇട്ടണമെന്ന് തോന്നൂല. പക്ഷേ അടുത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ ഫേസിൽ എന്തോ ഒരു ചേഞ്ചസ് വന്നിന്, ആ ഷേപ്പിൽ എന്തോ ചേഞ്ചസ് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കാണുന്നവർ പറയും മുഖം എന്നും മാറിയ പോലെയെന്ന് എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടേനു. അതിങ്ങനെ എന്താ പറയുക, ഈ ഉള്ളിലിങ്ങനെ ഇട്ട് വെച്ചുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല എന്നാന്ന്. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തോന്നുന്നു 7-8 മാസം വേണം ഇങ്ങനെ ഇടണം എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റീറ്റൈനറും ഇടണം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ലേ നമ്മൾ ഈ ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി. ഇങ്ങനെ പാർക്കിങ്ങിൽ വണ്ടിയെല്ലാം വെച്ച് ഇതില്ലേ, നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ ഇവിടെ വന്ന പാടെ ഒരു രജിസ്ട്രേഷനെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ രജിസ്റ്റർ എല്ലാം ചെയ്തിട്ട് വേണം ഉള്ളിലോട്ട് എൻ്റർ ആവാൻ. ഇത് വലിയൊരു ഓഡിറ്റോറിയനു. കുറേ പേര് 500 സ്റ്റുഡൻസിൽ ഇന്ന് ഗ്രാജുവേറ്റ് ആവാൻ പോകല. അപ്പോൾ അവരും അവരെ ഫാമിലിയും എല്ലാവരും ഉണ്ട്. അങ്ങനെ 10:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഓൾമോസ്റ്റ് കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടേനെ. എല്ലാവരും വന്ന് പിന്നെ ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ടേനു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുള്ള, എല്ലാവരും കാത്തു നിന്നൊരു ദിവസമല്ലേ ഇന്ന്. ശരിക്കും പറഞ്ഞാൽ 20 ബാച്ചോളം ഇന്ന് 20 ബാച്ചിലെ സ്റ്റുഡൻസോളം ഇന്ന് ഗ്രാജുവേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും 2-3 ഫോട്ടോസ് എടുത്തിട്ടാണ്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയാം, ഞാൻ കുറേ ആളെ മീറ്റ് ചെയ്തേ. അതിൽ കുറേ ആൾ പറഞ്ഞതെന്താണെന്നറിയാം, ഇത്താൻ്റെ
വീഡിയോയിൽ കണ്ടിട്ടാണ് ഇൻ്റർവെല്ലിനെ പരിചയപ്പെട്ടതും ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞതും ജോയിൻ ചെയ്തതും എന്നെല്ലാം. എന്നിട്ട് അവരെല്ലാം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാഷാല്ലാ, എനിക്കത് കേട്ടതും ഭയങ്കര സന്തോഷമായി. നമ്മൾ ജെന്യൂനായിട്ടുള്ളൊരു കാര്യം നമ്മളെ ഫോളോവേഴ്സിലേക്ക് എത്തിച്ച് അവരിപ്പോൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, ട്രെയിനറായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, ഓൺലൈനിലും ഓഫ്ലൈനിലും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം പറഞ്ഞുതരാം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ചിലർ ഗൾഫ് കൺട്രീസിൽ സ്കൂളിൽ കിൻഡർ ഗാർഡൻ KGയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നു. പുറത്ത് പോയി ജോലി ചെയ്യാൻ സാഹചര്യമില്ലാത്തവരില്ലേ, അങ്ങനെയെല്ലാം കേട്ടേരം. പിന്നെ ഇൻ്റർവെല്ലിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇൻ്റർവെല്ലിൽ തന്നെ അവർക്ക് ഈ പ്ലേസ്മെൻറ്റ് കൊടുക്കും. നമുക്ക് ഇൻ്റർവെല്ലിൽ തന്നെ പഠിച്ചിട്ട് ഇൻ്റർവെല്ലിൽ തന്നെ ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് തന്നെ വർക്ക് ചെയ്യുക, പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടറിയില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നോട് 2-3 പേര് പറഞ്ഞ് ഇതിപ്പോൾ ഇതാ നമ്മളെ ഗ്രാജുവേറ്റ്സിൻ്റെ എൻട്രിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവർക്കും പിന്നെ ഇവരെ കൂടെ വന്നവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒന്നാമത്തെ കാര്യമില്ലേ, ഇതിൽ കൂടുതൽ ആൾക്കാരും പഠിത്തമെല്ലാം നിന്ന് പോയിട്ട് ഇപ്പോൾ കരിയർ ബ്രേക്കായിപ്പോയി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ബ്രേക്കായിപ്പോയി, അല്ലെങ്കിൽ കുട്ടികളുള്ളതുകൊണ്ട് പുറത്തു പോയി പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം ടെൻഷനെല്ലാം കൊണ്ട് നിന്ന കുറേ പേരായിരിക്കും. അവർക്കെല്ലാം ഒരു പുതിയ തുടക്കമാണിത്. അപ്പോൾ അതിൽ ഞാനും ഒരു കാരണമായി അറിയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ചിലർ ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാൻ സ്വന്തമായി ഏൺ ചെയ്യാൻ തുടങ്ങി ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടെന്നെല്ലാം. അതെല്ലാം കേട്ടരും ഭയങ്കര സന്തോഷം. പിന്നെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു സ്പീച്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള കാത്തു നിന്ന മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു സീന് കണ്ട, ഇത് നമ്മൾ പ്രാക്ടിക്കലിൻ്റെ ടീച്ചറായിരുന്നു ഹബീബ മാം. അപ്പോൾ മാമിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിന്. പിന്നെ ഞാൻ മൊത്തത്തിൽ തിരക്കായി പോയിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഡയറക്റ്റ് ഒന്ന് കാണുന്നുണ്ടായിരുന്നു മാമിനെ. അങ്ങനെ കുറേ അങ്ങനത്തെ പരിപാടികളെല്ലാം എൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഫോട്ടോസെല്ലാം എടുക്കേണ്ട തിരക്കില്ല. അത് കഴിഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിന്. ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ്, കാര്യം എല്ലാവരെയും ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തണ്ടേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇത് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഞാനും ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഞാൻ ഇതേപോലെ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട് ഇൻ്റർവെല്ലിൻ്റെ. ജെന്യൂനായിട്ടുള്ളതാണ്, ഞാൻ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ആഡെല്ലാം കണ്ടിട്ട് കുറേ പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ട് അവർക്കെല്ലാം സന്തോഷമായി എന്നറിയുമ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ചിലർ പറയും ഇങ്ങനെ കോഴ്സ് പഠിച്ചതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല, MTTC പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്നൊന്നും. പക്ഷേങ്കിൽ എനിക്ക് തന്നെ ഒരുപാട് പേരെ അറിയാം ഗൾഫ് കൺട്രീസിലെല്ലാം നല്ല സാലറിക്ക് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാട്ടിലായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എന്തും ചെയ്യാൻ പറ്റും. ഈ ഒരു കോഴ്സ് പഠിച്ച് പിന്നെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് സ്കില്ല് വേണം, നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം വേണം, കോൺഫിഡൻസ് വേണം. അങ്ങനെ അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ ഇതാ എല്ലാവർക്കും ഉള്ള മൊമെൻറ്റോസും സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുക്കല. അങ്ങനെ മാഷാല്ലാ ഞാനും ഇവരെ ഒരു സ്റ്റുഡൻ്റേനു. ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ചായി, എനിക്ക് തോന്നുന്ന ഒരു 6 months കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി. ഞാനും കുറേ വീട്ടുജോലിൻ്റെയും എൻ്റെ ഈ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ള വർക്കിൻ്റെയും എല്ലാം ഇടയ്ക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാനും. അങ്ങനെ തന്നെ ഒരുപാട് പേര് മക്കളെ വെച്ചിട്ടും എല്ലാമാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ എല്ലാവരുടെ ഫേസിലും ആ ഒരു ഹാപ്പിനെസ് കാണാനുണ്ടേനു കേട്ടോ. പിന്നെ വേറെന്താ, ഈ കോഴ്സിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ വ്ളോഗിലൂടെ തന്നെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ആലുവിൻ്റെ ഒരു സെഷൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ആലു ഇവരെ ലിറ്റിൽ ജീനിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആലുവിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാനുണ്ടായിരുന്നു, ക്ലാസ് എങ്ങനെയാണെന്നുള്ള കാര്യം. ആലുവിന് ഇവരെ ലിറ്റിൽ ജീനി ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓള് എല്ലാം നല്ല ഇഷ്ടമാണ്, മാമിന് ഇഷ്ടമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ എന്നോടും ആസ് എ പാരൻ്റ് എന്നുള്ള നിലയിൽ എന്നോടും ചോദിച്ച്, അപ്പോൾ ഞാനും എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഈ ഒരു സെഷനും കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് പോകാൻ പറ്റിയാലും. ഞാൻ ഒമാനിലുള്ള ടൈമിലാണ് ഞങ്ങൾക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാട്ടിൽ വന്നിട്ടായതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ അവിടെ ഫുഡും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റുള്ള ഫുഡിനും ബിരിയാണി ഉണ്ടായിരുന്നു.
അങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേനെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ECPC കോഴ്സിൻ്റെയോ എന്തെങ്കിലും ലിറ്റിൽ ജീനിൻ്റെയോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കോഴിക്കോട് വന്നല്ലേ, കുറച്ചിങ്ങനെ റീലെല്ലാം കാണലുണ്ട്. അങ്ങനെ ആദ്യം നമ്മൾ പോയതില്ലേ ഇറാനി ചായ കിട്ടുന്ന ഒരു വൈറൽ സ്പോട്ടിലേക്ക് നമ്മൾ പോയാൽ. ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും പോകണം എന്നെല്ലാം വിചാരിച്ച് വെക്കുന്ന കുറച്ച് സ്പോട്ട് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് സ്ഥലമൊന്നും ഓർമ്മ വരില്ലല്ലോ. അങ്ങനെ നമ്മൾ അശോകപുരം എന്ന ലൊക്കേഷനും വെച്ചിട്ട് നമ്മൾ നേരെ വിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു ഇറാനി ചായ, ഈ ഒരു കഫറ്റീരിയ കണ്ടേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വീഡിയോസിലെല്ലാം ഇങ്ങനെ കണ്ടിന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി. ഇവിടുന്ന് എന്തെല്ലാം ഓർഡർ ചെയ്തത് നമുക്ക് ഓർമ്മയില്ല. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിന്. അതിൽ മലായി ബൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. പിന്നെ മാംഗോ കൊണ്ടുള്ള ഒരു മറ്റേ റോളില്ലേ, ജാപ്പനീസ് മാംഗോ റോളാണ്, അങ്ങനെ എന്തോ ഒരു സംഭവം, അത് നല്ല ഇഷ്ടപ്പെട്ടിന്. പിന്നെ വേറെ എന്തോ ഒരു ടൈപ്പ് ബൺ, ഇപ്പോൾ ബട്ടർ ബണ്ണ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അതെല്ലാം ഓർഡർ ചെയ്തിന്. പിന്നെ നമ്മൾ നോർമൽ സ്നാക്സും അതും എല്ലാം ഓർഡർ ചെയ്തിനേനു. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നേരെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇക്കാക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു, പക്ഷെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മളൊക്കെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടന്ന്. പിന്നെ ഇക്ക തിരിച്ച് പോകാനായിട്ടാണ്, അതുകൊണ്ട് ഇക്കാക്ക് കാര്യമായിട്ട് എന്താ പറയുക എന്തെങ്കിലും വാങ്ങണമെന്നൊന്നും തോന്നുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഇക്ക തിരിച്ച് ഒമാനിലോട്ട് പോകും. അതുകൊണ്ട് ഇക്ക പറഞ്ഞു ഇപ്പം എനിക്കൊന്നും സാധനങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഹൈലൈറ്റ് മാളിൽ വന്നാൽ കുറേ എല്ലാ ഷോപ്പുകളും ഒരുമിച്ചുള്ളതുകൊണ്ട് നമ്മളെ കണ്ണൂർ ഇത്രയും വലിയൊരു മാളില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഹൈലൈറ്റ് മാളിലാകുമ്പോൾ എല്ലാ ബ്രാൻഡ്സും കിട്ടും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വരലുണ്ട് കേട്ടോ. പിന്നെ വേറെന്നാ അങ്ങനെ പിന്നെ രാത്രിയോളം ഇങ്ങനെ കറങ്ങി നടന്ന്. പിന്നെ നമ്മൾ പാരഗണിൽ പോയി. ഞാൻ പാരഗണിലും ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ലേനു. പക്ഷേ രാത്രി നോക്കുമ്പോൾ അവിടെ ബിരിയാണി ഇല്ലേനു. പാരഗണിലും ബിരിയാണി കഴിക്കണം തന്നെ വിചാരിച്ചിട്ട് നമ്മൾ പോയതേനു. പക്ഷേ നമ്മൾ വേറെ കുറേ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഫിഷ് മാംഗോ കറി ഭയങ്കര അടിപൊളിയേനു. പിന്നെ അവിടെ നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിന്. പക്ഷേ അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാവരും വീഡിയോയിൽ കോഴിക്കോട് പാരഗണിലും ബിരിയാണി ഭയങ്കര അടിപൊളിയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കൂലേ, അങ്ങനെ ആ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ കയറി നോക്കിയാൽ. പക്ഷേ ബിരിയാണി കിട്ടിയിട്ടില്ല, സാരമില്ല. പിന്നെ നമ്മൾ ബീച്ചിൽ പോകണമെന്ന് വിചാരിച്ചിന്. പക്ഷേ നേരെ പിറ്റേ ദിവസം തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണേനു. നമ്മൾ സൺഡേ ഇത് പോയിട്ടുണ്ടായിന്. അപ്പോൾ മൺഡേ സ്കൂളുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ലേറ്റാക്കാൻ നിന്നിട്ടില്ല. രാത്രി ഒരു 12 മണിയായാണ് നമ്മൾ തിരിച്ചു വിട്ടേ. ഒരു 3 മണിയാവുന്ന സമയത്തല്ല നമ്മളെ വീട്ടിലെത്തിന്. അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ കോഴിക്കോട് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. ടിഫിൻ ബോക്സ് അല്ലെങ്കിലും നല്ലൊരു പാസ്ത അല്ലെങ്കിൽ മാക്രോണി റെസിപ്പി. ഇതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു വൈറലായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാനില്ലേ കുക്കിംഗ് വീഡിയോ വന്നിട്ട് എന്തെങ്കിലും കുക്കിംഗ് വ്ളോഗ് ചെയ്തിനാ എനിക്ക് ഓർമ്മയില്ല, ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്നോട് ചോദിക്കലുണ്ട് ടിഫിൻ ബോക്സ് റെസിപ്പി എല്ലാം കാണിക്കണേ, നാട്ടിൽ നിന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അവർക്ക് ടിഫിൻ ബോക്സ് ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാരണം ഒന്നാമത് ഞാൻ എല്ലാ ദിവസവും പുറത്തു പോകുന്നതുകൊണ്ടും മൊത്തത്തിൽ എന്തോ ഒരു സെറ്റാവാത്തതുകൊണ്ടും ഉമ്മയല്ലെങ്കിൽ ഇത്താത്തയാണ് രാവിലെ ഫുഡ് ഉണ്ടാക്കല്. അപ്പോൾ അവരൊന്നും ഉണ്ടാക്കിന് അതുതന്നെയാണ് അവർക്ക് കൊടുത്തയക്കലും. പിച്ചൂന് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ പിന്നെ എക്സ്ട്രാ ഇവർക്കും കൂടി ഉണ്ടാക്കും രാവിലെ തന്നെ. പിന്നെ അങ്ങനെ എന്താ പറയുക അതൊന്നും ഷൂട്ട് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റലില്ല. ഞാൻ രാത്രി ചിലപ്പോൾ ലേറ്റായിട്ട് വരുമ്പോൾ ഞാൻ അങ്ങനെ നേരത്തെ എണീക്കലൊന്നുമില്ല. ഇവരെ സ്കൂളിൽ അയക്കാൻ വേണ്ടി മാത്രം എണീക്കും. ഫുഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ നേരത്തെ എണീക്കലൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ അവർക്ക് ഉണ്ടാക്കിയ ഫുഡ് എടുത്ത് ടിഫിനിലിടും, അയക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി പാസ്ത, ഭയങ്കര സിമ്പിളാണ് ഇതുണ്ടാക്കാൻ, അത് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ 400 ഗ്രാം പാസ്തേൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം ഇങ്ങനെ ഒരു സ്റ്റീമർ തന്നെ വേണമെന്നില്ല, പക്ഷേ ഈ എളുപ്പ വഴിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റീമർ തന്നെ വേണം കേട്ടോ. പാസ്തയും ചിക്കനെല്ലാം ഒരുമിച്ച് വേവിക്കുന്ന മെത്തേഡാണ് ഇത്. അപ്പോൾ സ്റ്റീമറിൻ്റെ അടിയിൽ പാസ്ത ഇട്ട് കൊടുക്കുക, ഏറ്റവും താഴത്തെ തട്ടിൽ. അതൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കേട്ടോ, അത് പിന്നെ ഊറ്റിയെടുക്കുകയല്ലേ ചെയ്യുക. ഇതിപ്പോൾ സ്റ്റീമർ ഇല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ പാസ്ത വേവിക്കുക, ബാക്കി എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് വേവിക്കുക, എന്നിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഞാൻ പാസ്തയിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ആദ്യം മേലത്തെ തട്ട് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ, ഇനിയിപ്പോൾ ചിക്കനിൽ പ്രത്യേക അളവൊന്നുമില്ല,
നിങ്ങളെടുക്കുന്ന പാസ്തക്ക് നിങ്ങൾക്ക് ചിക്കൻ എത്ര വേണോ അത്ര എടുക്കുക. ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. ചിക്കനിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ട് വെച്ച് കൊടുത്താൽ മതി. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ 2 വലിയ തക്കാളി, 1 വലിയ ഉള്ളി, 3 പിരിയൻ മുളകില്ലേ, എരിവ് കുറഞ്ഞ മുളകാണ് ഞാൻ എടുത്തത്. ഇപ്പം ഇങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടോ, അല്ലെങ്കിൽ മറ്റേ എരിവുള്ള മുളകും എടുക്കാം. പിന്നെ 1 മുഴുവൻ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും എടുത്തേന്. പിന്നെ ഇല്ലേ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളടുത്ത് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഈ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഒരു 15 അല്ലി അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട് ഇല്ലേ, കാഷ്യൂനട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. മുകളിലത്തെ തട്ടിൽ വെച്ചിട്ട് ഇതിപ്പോൾ 20 മിനിറ്റ് സ്റ്റീം ചെയ്തതാണ്. അപ്പോൾ അടിയിൽ നിന്ന് പാസ്തയും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും, മേലെ നിന്ന് നമ്മളെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വെന്ത് വന്നിന്, സെൻറ്ററിൽ നിന്ന് ചിക്കനും വെന്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒറ്റൊരു പ്രാവശ്യമായിട്ട് നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ടീം ലാഭമാണ്, സമയം ലാഭമാണ്, മൊത്തത്തിൽ ലാഭമാണ്. അപ്പോൾ ഇല്ലേ ഈ താഴെയുള്ള മക്രോണി നമുക്കൊന്ന് ഊറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറോ അതിൻ്റെ മേലെ ഒന്ന് എക്സ്ട്രാ സ്റ്റാർച്ച് പോകാൻ വേണ്ടി ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ 20 മിനിറ്റ് മാത്രമേ വെക്കാവേ, കൂടുതൽ സമയം വെച്ചാൽ പാസ്ത ഭയങ്കരമായിട്ട് അങ്ങ് വെന്തുടഞ്ഞു പോകട്ടാ. ഇനിയിപ്പോൾ ഈ മുകളിലുള്ള സംഭവങ്ങളെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് അരക്കുക. അപ്പോൾ നിങ്ങളടുത്ത് ഫ്രഷ് ക്രീം ഇല്ല, അണ്ടിപ്പരിപ്പ ഉള്ളെങ്കിൽ തിക്നെസ്സിന് വേണ്ടി അണ്ടിപ്പരിപ്പ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ മിക്സിയിലിട്ടിട്ട് ഒരുമിച്ച് അടിച്ചെടുത്താൽ മതി. എന്നിട്ടില്ലേ ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിന് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ബട്ടറാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ അരച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ചുവന്നമുളക് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്രഷ് ക്രീം ഒഴിക്കുക. നിങ്ങൾ അണ്ടിപ്പരിപ്പ് 15 അല്ലി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം വേണ്ട, അത് സ്കിപ്പ് ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ. രണ്ടും കൂടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് ക്രീം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ മാക്രോണി ഇടുക. പിന്നെ ഇതിലേക്ക് ഞാൻ കസൂരി മേത്തിയാണ് ഇട്ടേ. നിങ്ങൾക്ക് കസൂരി മേത്തിനേക്കാളും കൂടുതൽ ഒറിഗാനോൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒറിഗാനോ യൂസ് ആക്കാം, ഇല്ല രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ആക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഒന്ന് എല്ലാം കളഞ്ഞ് മാറ്റിയിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മാക്രോണിക്ക് പകരം ഞങ്ങൾക്ക് പാസ്തയും യൂസ് ആക്കാം. രണ്ടായാലും ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി കസൂരി മേത്തി വേണമെന്ന് തോന്നി. പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചു. കുരുമുളക് പൊടി ആദ്യമായിട്ടാണ് ഇടുന്നത്. പിന്നെ എന്താ പറയുക, മുന്നേ ഒന്നും കുരുമുളക് പൊടി യൂസ് ആക്കിയിട്ടില്ല. പിന്നെ ഒന്നും കൂടി ക്രീമി ആയിട്ട് അല്ലെങ്കിൽ ചീസി ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ സ്ലൈസ്ഡ് ചീസോ മോസറല്ല ചീസോ ഉണ്ടെങ്കിൽ മാത്രമേ ഇടാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ വേ ആണ് ഇത്. മക്രോണിയോ അല്ലെങ്കിൽ പാസ്തയോ ഉണ്ടാക്കാനുള്ള ഭയങ്കര ടേസ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇത് ചൂടാറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, നമ്മൾ ഈ ഒരു വൈറ്റ് സോസൊന്നും പോലെ ചൂടാറിയാൽ അത്ര വലിയ ടേസ്റ്റ് കുറഞ്ഞു പോകുന്ന സംഭവമല്ല. വൈറ്റ് സോസ് പാസ്തയെല്ലാം നല്ല ചൂടോടെ കഴിക്കാനുള്ള ടേസ്റ്റ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഒരു മസാല ടൈപ്പ് ആയതുകൊണ്ട് ചൂടാറിയാലൊന്നും കുഴപ്പമില്ല. കുട്ടിക്ക് ടിഫിനിലെല്ലാം കൊടുക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. പിന്നെ ഞാൻ സ്നാക്സ് ആയിട്ട് കുറച്ച് ഗ്രേപ്സും പിന്നെ ഓറഞ്ച് ഞാൻ പൊളിച്ചിട്ട് കൊടുക്കലില്ല കേട്ടോ. ഓറഞ്ച് പൊളിച്ചിട്ടാൽ എന്തോ ഒരു വഴുതുന്ന പോലെ ആവും കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം തട്ടുമ്പോൾ. അതുകൊണ്ട് അവർക്ക് പിന്നെ അവർ കഴിക്കില്ല. അതുകൊണ്ട് ഓറഞ്ച് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കൽ. പിന്നെ ഈ ഒരു സ്നാക്ക് സെപ്പറേറ്റ് ബോക്സ് ആക്കലെല്ലാം നാട്ടിൽ വന്നേരം ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഈ ബോക്സ് വാങ്ങാൻ തന്നെ മറന്നുപോയിനു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നു, ഇവിടെ സ്നാക്ക് ടൈം വേറെ ഇല്ലേന്ന്. അങ്ങനെ സ്നാക്ക് ടൈമിൽ അധികം ഫ്രൂട്ട്സ് തന്നെയാട്ടോ ഞാൻ കൊടുക്കൽ. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ്. പിന്നെ വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്യുന്ന ഈ ഒരു സംഭവം, ഇത് നമ്മളെ കുട്ടികൾക്ക് കറിയെല്ലാം കൊടുക്കുമ്പോൾ ബാഗിലെല്ലാം ലീക്കായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ലേ, അതിനെല്ലാം ഉള്ളൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ്. ഞാൻ സിപ്സോ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇത് ലീക്ക് പ്രൂഫാണ്. കുട്ടികൾക്ക് ഇനി എന്ത് ടൈപ്പ് കറി കൊടുത്താലൊന്നും ഒരു പ്രശ്നമില്ല, ലീക്കാവില്ല. പിന്നെ ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. എന്താ പറയുക, നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം വേണ്ടുന്നതാണ്, ട്രാവൽ ഫ്രണ്ട്ലിയാണ്. ഇത് നമ്മളെ ബാഗിൽ, കുട്ടികളുടെ ബാഗിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കല്ലെങ്കിലും ഓഫീസിലോട്ടെല്ലാം പോകുമ്പോൾ ഇതേപോലെ ടിഫിനെല്ലാം ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഇത് കണ്ട, എന്താ പറയുക, അലുമിനിയം പോലത്തെ ഒരു സംഭവമുണ്ട്. അതെന്തായാലും കറക്റ്റ് പേര് പറയാൻ നമുക്കറിയില്ല. പിന്നെ ഇത് കുറച്ച് ചൂടും നിൽക്കുമെന്ന് തോന്നുന്നു. പിന്നെ കറിയെല്ലാം കൊണ്ടുപോയി ബാഗിലെല്ലാം മറിഞ്ഞു കഴിഞ്ഞാലെല്ലാം ഭയങ്കര പ്രശ്നമല്ലേ. പിന്നെ അതിൻ്റെ സ്മെല്ലും കുട്ടികൾക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. സ്കൂളിലെല്ലാം പോയി ബാഗ് തുറക്കുന്ന സമയത്ത് ലീക്കായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെല്ലാം ഉള്ള
അടിപൊളി സംഭവമാണ് ഇത്. പിന്നെ ഇതിലൊരു ടവലും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നോക്കിയാൽ മതി. സിപ്സോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ട്രാവൽ ഫ്രണ്ട്ലി ആൻഡ് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഈ ഒരു സംഭവം വേണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, അവർ കൊറിയർ ചെയ്ത് തരും കേട്ടോ. ഇതുപോലെ കുറേ കളേഴ്സിലുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഗേൾസിനെല്ലാണെങ്കിൽ ഇതുപോലത്തെ പാറ്റേണിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ പാറ്റേൺ ഇല്ലാത്ത ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്, അതേപോലത്തെയും അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് എന്തായാലും മെസ്സേജ് ചെയ്യുക. കുട്ടികൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും, ഭയങ്കര ഉപകാരമുള്ള സംഭവമാണ്. അല്ലെങ്കിൽ ഓഫീസിലോട്ടായാലും എല്ലാം ഉപകാരമുള്ള സംഭവമാണ്. അപ്പോൾ ഇല്ലേ, ഇനിയിപ്പോൾ എന്നാ ഇവർ സ്കൂളിലേക്ക് പോകല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് ഈ അലൈനർ ഞാൻ ഇട്ടതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോട്ടാ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ, ഞാൻ അടുത്തൊരു വീഡിയോ അങ്ങനെ ആയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ ബൈ.